ഞായറാഴ്ച യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സനയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് സമുച്ചയത്തിനും മിസൈൽ താവളങ്ങൾക്കും സമീപത്തുള്ള സ്ഥലത്തെയാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. മധ്യ സനായിലെ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടത്തിലാണ് വ്യോമാക്രമണം നടന്നതെന്നും ആളപായമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ടെന്നും ഹൂതി സുരക്ഷാ വൃത്തങ്ങൾ AFPയോട് പറഞ്ഞു. തുറമുഖ നഗരമായ ഹൊദൈദയിലും സമാനമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇസ്രായേലി വാർത്താ ഏജൻസി അറിയിച്ചു. ഹൂതികളുടെ മാധ്യമങ്ങളാണ് ഇസ്രായേൽ തലസ്ഥാനമായ സനയിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഹൂതികൾ വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രദേശത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചതിന് മറുപടിയായാണ് ഇസ്രായേൽ സനയിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച വിക്ഷേപിച്ച മിസൈലിൽ ക്ലസ്റ്റർ വാർഹെഡ് ഉണ്ടെന്ന് ഇസ്രായേലി വ്യോമസേനയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. നിലവിലെ സംഘർഷത്തിൽ ഹൂതികൾ ഇസ്രായേലിനെതിരെ ഇത്തരത്തിലുള്ള ആയുധം ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ 2 വർഷമായി ഹൂതി ആക്രമണങ്ങൾ ചെങ്കടലിലെ ഷിപ്പിംഗ് തടസ്സപ്പെടുത്തിയിരുന്നു. ഇത് ഓരോ വർഷവും ഏകദേശം $1 ട്രില്യൺ വില വരുന്ന വ്യാപാരങ്ങളുടെ പ്രധാന പാതയാണ്. 2023 നവംബറിനും 2024 ഡിസംബറിനും ഇടയിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 100-ലധികം കപ്പലുകളെ സംഘം ലക്ഷ്യമിട്ടിരുന്നു. വെടിനിർത്തൽ സമയത്ത് ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പുനരാരംഭിച്ചു. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട ആഴ്ചകളോളം കനത്ത വ്യോമാക്രമണങ്ങൾക്ക് കാരണമായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.